സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടത്തിയ രണ്ടുപേരെ കോതമംഗലം ഊന്നുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി മാമ്പ്ര സ്വദേശി റിയാദ്, കൊടുങ്ങല്ലൂർ സ്വദേശി തൻസീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 22-ന് രാത്രിയിലായിരുന്നു നെല്ലിമറ്റം കുത്തുവഴി ഭാഗത്തുള്ള സഞ്ചിക സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടന്നത്. സൂപ്പർ മാർക്കറ്റിലെ സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ തിക്കി തുറന്ന് അകത്ത് കയറി ലോക്കറിൽ നിന്നും മേശയിൽ നിന്നുമായി 2 ലക്ഷത്തോളം രൂപയും ഒരു മൊബൈൽ ഫോണുമാണ് മോഷ്ടിച്ചത്. ഹെൽമറ്റ് വെച്ച് മുഖം മറച്ചാണ് പ്രതികൾ അകത്തു കയറിയത്. മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യം ലഭിച്ചിരുന്നുവെങ്കിലും മുഖം വ്യക്തമായിരുന്നില്ല. വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിലും ഊന്നുകൽ പോലീസ് പ്രതികളെ ഒരാഴ്ചക്കകം പിടികൂടുകയായിരുന്നു. പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പരിപാടി നടക്കട്ടെ. അടച്ചു വെച്ച് അതിൽ താക്കോലുണ്ടായിരുന്നു. ഇവിടെ വഴിയുണ്ട് കറക്റ്റ് വെച്ചേക്ക് മറിഞ്ഞെടുക്കായിരുന്നു. പ്ലാസ്റ്റിക് ബോക്സ് വന്നിട്ട് നീ അവനും കൂടെ ഈ സാധനം ഉപയോഗിക്കാണോ? അത് മാറ്റിയിട്ട് ഹാൻഡ് ഓടിക്കും. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഊന്നുകൽ പോലീസിന്റെ അന്വേഷണം അഭിനന്ദനാർഹമാണെന്നും സഞ്ചിക സൂപ്പർ മാർക്കറ്റ് ചെയർമാൻ ഷിബു കുര്യാക്കോസ് പറഞ്ഞു. ഫ്രണ്ടിലത്തെ ഡോറ് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി സേഫിലുണ്ടായിരുന്ന പൈസയാണ് മോഷ്ടിച്ചിട്ടുള്ളത്. സേഫ് കുത്തിപ്പൊളിച്ച് ആണ് മോഷ്ടിച്ചത്. ഇത് ഇവരെ വളരെ വിദഗ്ധമായി 7 ദിവസത്തിനുള്ളിൽ ഊന്നുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നത് വളരെ വലിയ കാര്യമാണ്. ഇവര് ഒരു സ്ഥിരം കുറ്റവാളികളാണ്. ഇവരെ 7 ദിവസം കൊണ്ട് അന്വേഷണം നടത്തി ഇവരെ കൊടുങ്ങല്ലൂരുള്ള 2 കള്ളന്മാരാണ് ഇവിടെ കയറിയത്. അവിടെ അവരെ ട്രേസ് ചെയ്ത് ഇത് പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഊന്നുകൽ പോലീസ് വളരെ കൃത്യമായി അതിൻ്റെ പുറകെ നടന്ന് കൃത്യമായി അന്വേഷണം നടത്തി കൃത്യമായി ആ പ്രതികളെ പിടിച്ചു എന്നതുകൊണ്ട് തന്നെ ഊന്നുകൽ പോലീസ് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നു. അവരോടുള്ള നന്ദിയും സന്തോഷവും കടപ്പാടും ഒക്കെ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. എറണാകുളം, തൃശൂർ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 38ഓളം കേസുകളിൽ പ്രതിയാണ് റിയാദ്. തൻവീറിനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 20ഓളം കേസുകളുണ്ട്. മൂവാറ്റുപുഴ DYSP PM ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ SI-മാരായ PA സുധീഷ്, കുര്യാക്കോസ്, CPO-മാരായ അഭിലാഷ് ശിവൻ, ദയേഷ് നിജു എന്നിവരാണ് ഉണ്ടായിരുന്നത്. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.